ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂട്ടായാലോ? മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ്സ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു റോള് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഡേറ്റ്സും നട്ട്സുമാണ് നമ്മളിതിനകത്ത് ചേർത്തേക്കുന്നത്. നിറയെ നട്ട്സൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു റോള് തയ്യാറാക്കി എടുത്തേക്കുന്നത്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ശരീര ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. ഞാനൊരു 2 കപ്പ് അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. നല്ല ഒരു മധുരം തന്നെയാണ് ഈ ഒരു ഡേറ്റ്സിന്. അതുകൊണ്ട് നമുക്ക് മധുരമൊന്നും പിന്നീട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം. ഡേറ്റ്സിനോടൊപ്പം കുറച്ച് നട്ട്സും കൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു ഡേറ്റ്സ് റോള് തയ്യാറാക്കി എടുക്കുന്നത്. നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂവും ആൽമണ്ട്സും അതുപോലെ തന്നെ വാൾനട്ടുമാണ് എടുത്തേക്കുന്നത്. പിസ്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്തയും കൂടെ എടുക്കാവുന്നതാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് അളവിൽ പീനട്ടും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. നട്ട്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മൂപ്പിക്കാനായിട്ട് പാടാണ്. കാരണം പലതിൻ്റെയും മൂപ്പ് വ്യത്യാസമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. വേറെ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ് പീനട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റാം. കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് പൊളർന്നിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. നട്ട്സ് എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ റെസിപ്പി കൂട്ട് തയ്യാറാക്കി എടുക്കാൻ. അല്ലെങ്കിൽ ആ നട്ട്സിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടാകും നമ്മൾ ഈ റോള് തയ്യാറാക്കി എടുത്താൽ. അതുകൊണ്ടാണ് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ചേർക്കുന്നത്. മൂപ്പിച്ചെടുത്തിരിക്കുന്ന നട്ട്സുകൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ അത് പൊടിഞ്ഞു പോകത്തതേ ഉള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തരിതരിയായിട്ട് കടിക്കാൻ കിട്ടണം. അപ്പോൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ നട്ട്സും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്ന ഇത്രയും നട്ട്സ് തന്നെ ചേർത്ത് കൊടുക്കണമെന്നുമില്ല. ഇത് റിച്ച് ആയിട്ടുള്ള ഒരു റോളിനുള്ള നട്ട്സൊക്കെ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീനട്ടിൻ്റെ അളവ് കുറച്ച് ചേർത്താലും മതിയാവും. എല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് ഒന്ന് വരട്ടിയെടുക്കണം. പാനിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് നല്ല രീതിയിൽ വരട്ടി നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇവിടെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വരണ്ട് കിട്ടും. കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള അല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഡേറ്റ്സും നട്ട്സും ഒക്കെ എല്ലാ കൂട്ടുകാരുടെയും വീട്ടിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് റോൾ റെസിപ്പിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒട്ടും തന്നെ ഡേറ്റ്സിൻ്റെ കഷ്ണങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് ആ കൂട്ടൂടെ ചേർത്ത് കൊടുക്കാം. വരട്ടിയെടുത്ത ഡേറ്റ്സ് ഞാൻ ചൂടാറുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിലോട്ട് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക. നട്ട്സ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. വരട്ടിയെടുത്ത ഡേറ്റ്സിലോട്ട് ആ നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായി കിട്ടും. അതിനുശേഷം വേണം ബട്ടർ പേപ്പറിലോട്ട് ഈ ഒരു കൂട്ടും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ. നമ്മൾ ഡേറ്റ്സും നട്ട്സും കൂടെ കുഴച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ട് നമ്മൾ കുറച്ച് നേരം ഇത് മാറ്റി വെച്ചിരുന്നു. ഇപ്പം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണിക്കൂറോളം ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു മാറ്റി വെച്ചിരുന്നു. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ടൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ഒരു റോള് പോലെ ഒന്ന് റോളാക്കി എടുത്താൽ മതി. കയ്യിലോട്ട് ലേശം ബട്ടറോ വല്ലതും ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ കയ്യിലോട്ട് പിടിക്കാതെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ഈ ഒരു വലുപ്പത്തിലായിരിക്കണം നമ്മൾ റോൾ ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞു പോകരുത്. 2 സൈഡും കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും വേണം. ഇനി ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു റോളൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുകയും വേണം.
രണ്ട് സൈഡും ഇതുപോലെ അകത്തോട്ടൊന്ന് ചുരുട്ടി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഡേറ്റ്സ് റോളെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെറ്റായി കഴിയുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയുമാണ്. വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു ഡേറ്റ്സ് റോൾ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. ഇതിന് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ചധികം ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള റെസിപ്പി കൂടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.